ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വിൽ വേഴ്സസ് വുഡ്, അതായത് വില്ലും വുഡും തമ്മിലുള്ള ബേസിക് ഡിഫറൻസസ് എന്താണെന്നാണ് പഠിക്കാൻ പോകുന്നത്. പലപ്പോഴും ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പം ഏത് സാഹചര്യത്തിലാണ് നമ്മൾ വില്ല് യൂസ് ചെയ്യേണ്ടത്, ഏത് സാഹചര്യത്തിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യേണ്ടത് പലർക്കും കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷനൊക്കെ നമുക്കിന്ന് മാറ്റാം. സോ നമ്മൾ ഫസ്റ്റ് യൂസ് പഠിക്കാൻ പോവാണ്. ഫസ്റ്റ് യൂസ് എന്ന് പറയുന്നത് വില്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങളെക്കുറിച്ചും ഫ്യൂച്ചറിൽ നടക്കുമെന്ന് നമുക്ക് ഉറപ്പായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ്. അതാണ് ബേസിക് ആയിട്ട് വില്ലിന്റെ യൂസേജ് വരുന്നത്. നമുക്ക് നോക്കാം. ഞങ്ങൾ 8 മണിയാകുമ്പോൾ കൊച്ചിയിലെത്തും. വി വിൽ റീച്ച് കൊച്ചി ബൈ 8 PM. ഇതെന്ന് പറയുന്നത് ഒരു പ്രഡിക്ഷൻ ആണ്. പ്രഡിക്ഷൻ എന്ന് വെച്ചാൽ എന്താ, നമുക്ക് ഉറപ്പില്ല നടക്കുമെന്ന്. ചിലപ്പം 8 മണിക്ക് എത്തും, ചിലപ്പം ഒന്ന് താമസിച്ചാൽ 9 മണിക്ക് എത്തും, നമുക്ക് ഉറപ്പില്ല. ഇതൊരു പ്രഡിക്ഷൻ ആണ് അല്ലേ. അപ്പോൾ പ്രഡിക്ഷൻസ് പറയാൻ, അതായത് നടക്കുമെന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്, പക്ഷെ നടക്കാതിരിക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ പറയാനായിട്ട് നമ്മൾ വില്ല് യൂസ് ചെയ്യും. അടുത്തത്, ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് നിങ്ങളുടെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ പോവുകയാണ്. അപ്പം നിങ്ങൾക്കാണെങ്കിൽ വിശപ്പില്ല. അപ്പം നിങ്ങൾ പറയാണ് എനിക്ക് ഓറഞ്ച് ജ്യൂസ് മതി. എന്നത് എങ്ങനെ പറയും? ഐ എം നോട്ട് ഹംഗ്രി എന്ന് വെച്ചാൽ എനിക്ക് വിശപ്പില്ല, ഐ വിൽ ഹാവ് ആൻ ഓറഞ്ച് ജ്യൂസ്. ഓക്കെ, ഇതെന്ന് പറയുന്ന ഒരു ഡിസിഷനാണ്, ഒരു തീരുമാനമാണ്. ഇത് ഉറപ്പാണ്, ഇത് നടക്കും എന്നുള്ളത്. ഫ്യൂച്ചറിൽ നമ്മൾ പറഞ്ഞു എനിക്കൊരു ഓറഞ്ച് ജ്യൂസ് മതി എന്നുള്ളത് നമ്മൾ പറഞ്ഞു. സോ ഇതൊരു ഡിസിഷനാണ്, തീരുമാനമാണ്, ഇത് നടക്കും, ഫ്യൂച്ചറിൽ നടക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത്, നമ്മൾ ആരെങ്കിലും ഒരാളുടെ അടുത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് ചോദിച്ചു. എസ്പെഷ്യലി നമ്മൾ ഒരു ട്രാവൽ ഏജൻസിയിൽ വിളിച്ചിട്ട് നമുക്ക് ഹോങ്കോങ്ങിൽ പോകണം. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയും ഞാൻ മെയിൽ അയച്ചു തരാം, ഡീറ്റെയിൽസ് ഇമെയിൽ അയച്ചു തരാം. അപ്പോൾ അവരെങ്ങനെയായിരിക്കും പറയുന്നത്? ഐ സെൻഡ്, ഐ വിൽ സെൻഡ്. ഐൽ എന്ന് പറയുന്നത് ഐ വില്ലിൻ്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. അതാണ് ഐൽ എന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഐ വില്ല് തന്നെയാണ്. ഐ വിൽ സെൻഡ് യു ദി ഡീറ്റെയിൽസ് ബൈ ഇമെയിൽ. ഇമെയിൽ വഴി ഡീറ്റെയിൽസ് അയക്കാം. സോ ഇതെന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രോമിസ് ആണ്. ഞാൻ ചെയ്തേക്കാം, ഉറപ്പായിട്ടും ചെയ്തേക്കാം എന്നുള്ളൊരു പ്രോമിസ് ആണിത് അല്ലേ. അപ്പം അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഫ്യൂച്ചറിൽ നടക്കാൻ സാധ്യതയുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്രഡിക്ഷനും അതുപോലെ തന്നെ തീരുമാനങ്ങളും ഫ്യൂച്ചർ ഡിസിഷൻസിനെ കുറിച്ചും അതുപോലെ പ്രോമിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ വിൽ അല്ലെങ്കിൽ വിൽ എന്ന ഓക്സിലറി വേർബാണ്. ഇനി നമുക്ക് വുഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ബേസിക് ആയിട്ടുള്ള യൂസേജ് മാത്രമാണ് കേട്ടോ. ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ വുഡ് എന്ന് പറയുന്നത് വിൽ എന്ന് പറയുന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, വിൽ എന്ന് പറയുന്ന വാക്കിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്. എന്താണ് നിങ്ങൾക്ക് വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ഫ്യൂച്ചറിൻ്റെ പാസ്റ്റോ? അങ്ങനെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വി വിൽ റീച്ച് കൊച്ചി ബൈ 8 PM. അതായത് 8 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ കൊച്ചിയിലെത്തും. പക്ഷെ നമ്മളെന്തോ ഫ്ലൈറ്റ് ലേറ്റ് ആയി പോയി കാണും, അല്ലെങ്കിൽ ടയർ പഞ്ചറായി പോയി കാണും, അറിയില്ല. കൊച്ചിയിൽ 8 മണിക്ക് നമ്മൾ എത്തിയില്ല. അപ്പോൾ നമ്മൾ കൊച്ചിയിൽ എത്തിയില്ല. കൊച്ചിയിൽ നമ്മൾ 2 മണിയായപ്പോഴും എത്തിയത്. കൊച്ചിയിൽ 2 മണിക്ക് എത്തിയിട്ട്, രാത്രി 2 മണിക്ക് എത്തിയിട്ട് നമ്മൾ പറയാണ് ഞങ്ങൾ വിചാരിച്ചു 8 മണി ആകുമ്പോഴത്തേക്ക് എത്തുമെന്ന്. ഓക്കെ, ഈ സാഹചര്യത്തിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. അതായത് വി തോട്ട്, ഞങ്ങൾ വിചാരിച്ചു 8 മണി ആകുമ്പോഴത്തേക്ക് ഞങ്ങൾ എത്തുമെന്ന്. വി വുഡ് റീച്ച് കൊച്ചി ബൈ 8 PM. ഇവിടെ വി വിൽ റീച്ച് കൊച്ചി ബൈ 8 PM എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അപ്പോൾ വീണ്ടും അത് ഫ്യൂച്ചർ ആയിപ്പോവും. നമ്മൾ ഫ്യൂച്ചറിൽ നിന്നുകൊണ്ട് പാസ്റ്റിലെ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാണ്. പാസ്റ്റിൽ ഇങ്ങനെ സംഭവിക്കുമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു കേസിൽ നമ്മൾ വില്ലിന് പകരം വുഡാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് യൂസേജ് ഓഫ് വുഡ്. ഇനി അടുത്തതായിട്ട് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ഒരാളുടെ അടുത്ത് പറഞ്ഞു, അത് പിന്നീട് നമ്മൾ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പിന്നീട് മറ്റൊരാളോട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ അവൻ ഇങ്ങനെ എന്നോട് പറഞ്ഞു, അവൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ ആ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയില്ലേ, ആ സാഹചര്യത്തിൽ നമ്മൾ വുഡ് യൂസ് ചെയ്യും. ഉദാഹരണത്തിന് ഇവിടെ ഞാൻ പറഞ്ഞ എന്താണ്, ഐ എം നോട്ട് ഹംഗ്രി, ഐ വിൽ ഹാവ് എ ജ്യൂസ് അല്ലേ. അപ്പോൾ അതിനുശേഷം ഞാൻ ജ്യൂസൊക്കെ കുടിച്ചു, വീട്ടിലെത്തിയിട്ട് എൻ്റെ അനിയൻ ചോദിക്കുകയാണ് ഇന്ന് എന്തൊക്കെയാണ് നടന്നത്. പിന്നെ ഞാൻ എൻ്റെ അനിയനോട് ഞാൻ പറഞ്ഞു ഐ വാസൻ ഹംഗ്രി, എനിക്ക് വിശപ്പില്ലായിരുന്നു. സോ ഐ ടോൾഡ് ഹിം ദാറ്റ് ഐ വുഡ് ഹാവ് എൻ ഓറഞ്ച് ജ്യൂസ്, അല്ലെങ്കിൽ ഐ വുഡ് ഡ്രിങ്ക് എൻ ഓറഞ്ച് ജ്യൂസ്. ഇവിടെ ഐ വിൽ ഡ്രിങ്ക് എൻ ഓറഞ്ച് ജ്യൂസ് എന്നാണ് നമ്മൾ മേളിൽ പറഞ്ഞത്. ഐ വിൽ ഹാവ് എൻ ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ഐ വിൽ ഡ്രിങ്ക് എൻ ഓറഞ്ച് ജ്യൂസ് എന്നാണ് നമ്മൾ മേളിൽ പറയുന്നത്. പിന്നെ അതെങ്ങനെ താഴെ വന്നപ്പോൾ വുഡ് ആയത്? കാരണം നേരത്തെ നടന്ന ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പിന്നീട് മറ്റൊരാളോട് പറയാണ്. ഓക്കെ, ഇത് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ അതിലുള്ള വേർബ് എല്ലാം പാസ്റ്റ് ഫോമിൽ എഴുതണം. വില്ലിൻ്റെ പാസ്റ്റ് ഫോം എന്താ? വുഡാണ്. അപ്പോൾ ഐ വാസ് നോട്ട് ഹംഗ്രി, സോ ഐ വുഡ് ഹാവ് ആൻ ഓറഞ്ച് ജ്യൂസ് എന്നാണ് പറയേണ്ടത്.
അതേ കാര്യം തന്നെയാണ് നമ്മൾ ഈ ലാസ്റ്റ് സെൻറ്റൻസ് എടുക്കുമ്പോഴും. നമ്മളിങ്ങനെ വേറെ ആളോടത്ത് പറയാണ്, എനിക്ക് ഹോങ്കോങ്ങിൽ ട്രിപ്പ് പോകണമെന്നുണ്ട്, ഞാൻ ഒരു ട്രാവൽ ഏജൻസിയിലേക്ക് വിളിച്ചു, അപ്പോൾ അവർ പറഞ്ഞു എന്നോട് അവർ അയച്ചു തരുമെന്ന്, മെയിലായിട്ട് ഡീറ്റെയിൽസ് അയച്ചു തരുമെന്ന്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ പറയും ഇംഗ്ലീഷിൽ? ഫ്യൂച്ചറിലെ കാര്യം പറയുമ്പോഴാണ് നമുക്കിങ്ങനെ പറയാൻ പറ്റുന്നത്. അതായത് ആ ഒരു വ്യക്തി ഇവരോട് സംസാരിക്കുമ്പോൾ ഇവർ പറയാണ് ഐ വിൽ സെൻഡ് ദ ഡീറ്റെയിൽസ് ബൈ ഇമെയിൽ. അത് ഡിറക്റ്റ് സ്പീച്ചാണ്, അവിടെ രണ്ടുപേര് മാത്രമേ ഉള്ളൂ. ഇൻഡയറക്റ്റ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ നേരത്തെ നടന്നൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ പിന്നീട് ഒന്നുകൂടെ പറയാണ്, ഇങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് പറയാണ്. അപ്പൊ ആ കേസിൽ എങ്ങനെ പറയും? ഷീ സെഡ് ദാറ്റ് ഷീ വുഡ് ഇമെയിൽ മീ. വിൽ ഇമെയിൽ അല്ല, വുഡ് ഇമെയിൽ. റിപ്പോർട്ടഡ് സ്പീച്ചിൽ ഓക്സിലറി വേർബ് അല്ല, പാസ്റ്റ് ആവും. അപ്പം ഷീ വുഡ് ഇമെയിൽ മീ ദി ഡീറ്റെയിൽസ്. ഇതാണ് ബേസിക് ആയിട്ടുള്ള വില്ലിന്റെയും വുഡിന്റെ യൂസേജ് വരിക. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വില്ലിന്റെയും വുഡിന്റെ അടുത്ത വ്യത്യാസമാണ്. ഇതൊരു മേജർ ഡിഫറൻസ് ആണ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റും കുറച്ച് കൺഫ്യൂസിങ് ആണ്. എന്താണെന്ന് വെച്ചാൽ കണ്ടീഷണൽസ്. അതായത് നമ്മൾ മലയാളത്തിൽ പറയില്ലേ, മഴ പെയ്യുമെങ്കിൽ ഞാൻ കുട കൊണ്ടുവരാം, ഞാനൊരു കുട കൊണ്ടുവരാം. ഇതെന്താ? എങ്കിൽ, മഴ പെയ്യുവാണെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും. ഈ കണ്ടീഷൻ നടക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസസ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ കണ്ടീഷണൽ സെൻറ്റൻസിൽ നമുക്ക് വില്ലും യൂസ് ചെയ്യാം, വുഡും യൂസ് ചെയ്യാം. ഏതിലൊക്കെയാണ് വില്ല് യൂസ് ചെയ്യേണ്ടത്, ഏതിലൊക്കെയാണ് വുഡ് യൂസ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. നമ്മൾ ഇപ്പോൾ പറയാണ്, ഒരു സിറ്റുവേഷൻ പറയാണ്, ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇങ്ങനെ ചെയ്യും. അപ്പം ഈ സംഭവം നടക്കുവാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ, ചെയ്യും എന്ന് ഞാൻ പറയാണ്, അത് ഉറപ്പാണ്. റിയൽ സിറ്റുവേഷനാണ് അല്ലേ? റിയൽ സിറ്റുവേഷൻ്റെ കൂടെ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യുന്നത്. ഉദാഹരണത്തിന്, മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ കുട കൊണ്ടുവരും. ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ബ്രിങ് എൻ അംബ്രല്ല, അല്ലേ? ഇഫ് ഇറ്റ് റെയിൻസ് ഐ വിൽ ബ്രിങ് എൻ അംബ്രല്ല. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്താ? മഴ പെയ്യുകയാണെങ്കിൽ, ഇങ്ങനൊരു സംഭവം നടക്കുകയാണ്, മഴ എന്ന് പറയുന്ന സംഭവം നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് എന്ത് സംഭവിക്കും? ഞാൻ കുട കൊണ്ടുവരും. ഓക്കെ, റിയൽ സിറ്റുവേഷൻ ആണ്, നടക്കാൻ സാധ്യതയുള്ളൊരു സിറ്റുവേഷൻ ആണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. അവൻ ഗെയിംസ് കളിക്കുന്നത് നിർത്തുകയാണെങ്കിൽ അവന് കുറച്ചുകൂടി നല്ല മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, സോ ഇവിടെ കണ്ടീഷൻ എന്താ? അവൻ ഗെയിംസ് കളിക്കുന്നത് നിർത്തണം, അതാണ് കണ്ടീഷൻ. അവൻ ഗെയിംസ് കളിക്കുന്നത് നിർത്തുകയാണെങ്കിൽ, ഇഫ് ഹി സ്റ്റോപ്സ് പ്ലേയിങ് ഗെയിംസ്, അവൻ കുറച്ചുകൂടി നല്ല മാർക്ക് വാങ്ങിക്കും. ഓക്കെ, ഫ്യൂച്ചർ ടെൻസ് ആണ്, വാങ്ങിക്കും. അപ്പം he will score better marks. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും റിസൾട്ട് ഇതാണ് എന്നാണ് ഇവിടെ പറയുന്നത്. സോ ദീസ് ആർ റിയൽ സിറ്റുവേഷൻസ് ആണിത്. ഉറപ്പായിട്ടും നടക്കാൻ സാധ്യതയുള്ളൊരു സിറ്റുവേഷനാണ് ഈ പറയുന്നത്. ഇനി ചില സമയങ്ങളിൽ നമ്മൾ അൺറിയൽ സിറ്റുവേഷൻസ് പറയും. അതായത്, എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ ഭൂമിക്ക് ചുറ്റും പറന്നേനെ. നമുക്ക് ചിറകുണ്ടാവില്ല, നമ്മൾ ഭൂമിക്ക് ചുറ്റും പറക്കത്തുമില്ല. അപ്പോൾ ഇതൊക്കെ എന്താണ്? അൺറിയൽ സിറ്റുവേഷൻ. അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഈ വില്ലിന് പകരം നമ്മൾ എന്ത് യൂസ് ചെയ്യും? വുഡ് യൂസ് ചെയ്യും. ഓക്കെ, വുഡ് ഇൻഡിക്കേറ്റ്സ് an unreal situation. വുഡ് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഒരു അൺറിയൽ സിറ്റുവേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കണ്ടീഷണൽ സെൻറ്റൻസിൽ, ഇഫ് വരുന്ന സെൻറ്റൻസസിൽ. നമുക്ക് എക്സാമ്പിൾസ് നോക്കിയാലോ? എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലോകം മൊത്തം പറന്നേനെ എന്നെങ്ങനെ പറയും? ഇഫ് ഐ ഹാഡ് വിങ്സ്, എനിക്ക് ചിറകുണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഐ ഹാഡ് വിങ്സ്, ഞാൻ ലോകം മൊത്തം പറന്നേനെ, പറക്കുമെന്നല്ല, പറന്നേനെ. ഐ വുഡ് ഫ്ലൈ ഓൾ ഓവർ ദ വേൾഡ്, ഞാൻ ലോകം മൊത്തം പറന്ന് നടന്നേനെ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ വുഡ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? നടക്കാൻ സാധ്യതയില്ല, അൺറിയൽ സിറ്റുവേഷൻ ആണ്, അതുകൊണ്ട് ഇവിടെ വില്ല് യൂസ് ചെയ്യാൻ പറ്റില്ല. വില്ല് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്യൂച്ചർ കാണിക്കാനാണ്. ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടോ? നമുക്ക് ചിറക് മുളയ്ക്കുമോ? നമ്മൾ പറക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ വുഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ നോക്കാം. ഇതേ എക്സാമ്പിൾ അൺറിയൽ സിറ്റുവേഷൻ ആക്കിയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് അവൻ ഗെയിം കളിക്കുന്നത് നിർത്തുമെങ്കിൽ, ഓക്കെ, നിർത്തുമെങ്കിൽ അവൻ നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിയും. ഇവിടെ അവൻ ഗെയിം കളിക്കുന്നത് നിർത്തിയെങ്കിൽ അവന് നല്ല മാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞേനെ. സോ ഇവിടെ നമ്മൾ പറഞ്ഞത് ഇഫ് ഹി സ്റ്റോപ്ഡ് പ്ലേയിങ് ഗെയിംസ്, ഇവിടെ സ്റ്റോപ്സ് അല്ല, സ്റ്റോപ്ഡ് ആണ്. ഇവിടെ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് നിർത്തിയെങ്കിൽ, ഓക്കെ, നിർത്തിയെങ്കിൽ അവൻ നല്ല മാർക്ക് വാങ്ങിയേനേന്ന്. പക്ഷേ നമ്മളിവിടെ വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്, വില്ലല്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നമുക്ക് ഉറപ്പില്ല, നമ്മൾ പറയുന്ന കാര്യം നടക്കുമെന്ന് നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. കാരണം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അറിയാം അവൻ ഒരിക്കലും ഗെയിം കളിക്കുന്നത് നിർത്താനും പോകുന്നില്ല, അവൻ നല്ല മാർക്ക് വാങ്ങിക്കാനും പോകുന്നില്ല. ആ സാഹചര്യത്തിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ ഇഫ് ഹി സ്റ്റോപ്സ് പ്ലേയിങ് ഗെയിംസ്,
ഹി വിൽ സ്കോർ ബെറ്റർ മാർക്ക് എന്ന് പറഞ്ഞാൽ എനിക്കൊരു വിശ്വാസമുണ്ട് അവൻ ഗെയിം കളിക്കുന്നത് നിർത്തും എന്നുള്ളത്. പക്ഷെ വെൻ ഐ സേ ദാറ്റ് ഇഫ് ഹി സ്റ്റോപ്ഡ് പ്ലേയിങ് ഗെയിംസ് ഹി വുഡ് സ്കോർ ബെറ്റർ മാർക്സ് എന്ന് പറയുമ്പോൾ അവിടെ എനിക്ക് വിശ്വാസമില്ല അവൻ ഗെയിം കളിക്കുന്നത് നിർത്തുമെന്ന്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് അവന് നല്ല മാർക്ക് കിട്ടില്ല എന്ന്. അങ്ങനത്തെ കേസിലാണ്, നടക്കുമെന്ന് ഉറപ്പില്ലാത്ത കേസിലാണ് നമ്മൾ വുഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ പ്രയോഗമുണ്ട്, നീ ഇത് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആയിരുന്നേനെ. ഉദാഹരണത്തിന് നമ്മൾ നാൻസിയെ കുറിച്ച് പറയാണ്. നാൻസിയെ കുറിച്ച് നമ്മളിങ്ങനെ പറയാണ്, നാൻസി ലോ സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഒരു ആയേനെ, ഇപ്പോൾ ഒരു വക്കീലായേനെ. പക്ഷെ നാൻസി ലോ സ്കൂളിലല്ല പോയത്, നാൻസി ആർട്സ് സ്കൂളിലാണ് പോയത്. എന്നിട്ട് BA ഇംഗ്ലീഷ് എടുത്തു നാൻസി. അപ്പം നാൻസി ലോ സ്കൂളിൽ പോയിട്ടുമില്ല, അവൾ വക്കീലായിട്ടുമില്ല, ഇനിയോട്ട് ആകാനും പോകുന്നില്ല. അങ്ങനത്തെ കേസിലാണ് നമ്മൾ അടുത്ത വുഡ് യൂസ് ചെയ്യുന്നത്. അതായത് ഇഫ് നാൻസി ഹാഡ് ഗോൺ ടു ലോ സ്കൂൾ, നാൻസി ലോ സ്കൂളിൽ പോയിരുന്നെങ്കിൽ ഷീ വുഡ് ഹാവ് ബിക്കം എ ലോയർ, അവളൊരു ലോയർ ആയേനെ. പക്ഷെ നാൻസി ലോ സ്കൂളിൽ പോയോ? ഇല്ല. ലോയർ ആയോ? ഇല്ല. ആകാൻ സാധ്യതയുണ്ടോ? അതുമില്ല. സോ ഇറ്റ്സ് കംപ്ലീറ്റ്ലി അൺറിയൽ സിറ്റുവേഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വുഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇന്നത്തെ സെഷനിൽ നമ്മൾ പഠിച്ചത് വില്ലിൻ്റെയും വുഡിൻ്റെയും വ്യത്യാസങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം, ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഈ ചാനൽ ഇഷ്ടപ്പെട്ടു, ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫർമേറ്റീവ് ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ ഫോളോ ചെയ്യുക. ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഞങ്ങളുടെ ചാനൽ ഷെയർ ചെയ്യുക. ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടും അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഞങ്ങളുടെ ബയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനിയും മറ്റൊരു ഇൻഫോർമേറ്റീവ് ഇൻട്രസ്റ്റിംഗ് വീഡിയോയിൽ കാണുന്നത് വരെ, this is Revati Krishnan signing off from English Mitra. Thank you and have a fantastic day. ഇംഗ്ലീഷ് മിത്ര വാട്സ്ആപ്പ് വഴി നൈസായി ഇംഗ്ലീഷ് പഠിക്കാം. ഇഷ്ടമുള്ള സമയത്ത് ഏതു പ്രായത്തിലും കട്ട സപ്പോർട്ടുമായി പേഴ്സണൽ ട്രെയിനർ, 1-to-1 ട്രെയിനിങ്. തിരഞ്ഞെടുക്കാൻ ബേസിക്, ഇന്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്നീ ഓപ്ഷനുകൾ. നിങ്ങൾക്കും പഠിക്കേണ്ടേ? ഉടൻ കോൺടാക്ട് ചെയ്തോളൂ ഇംഗ്ലീഷ് മിത്ര.